ഇതേ സമയം ഫ്ലാറ്റിൽ അർജുൻ്റെയും സ്നേഹയുടെയും ജീവിതം ആരും പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുകയായിരുന്നു. തന്നെയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവും തുടർന്നുണ്ടായ ബഹളങ്ങൾക്കിടയിലും അർജുൻ സ്നേഹയ്ക്ക് നൽകിയ ശാന്തമായ പിന്തുണയും അവർക്കിടയിലെ വലിയ മതിൽക്കെട്ടുകളെ പതുക്കെ തകർത്തു തുടങ്ങി. തന്നെ പരിഹസിച്ച നാടൻ പെണ്ണെന്ന് വിളിച്ച് ആക്ഷേപിച്ച അർജുൻ ഇന്ന് മറ്റൊരു പെണ്ണിന് മുന്നിൽ വെച്ച് തന്നെ തൻ്റെ ഭാര്യയെന്ന് വിളിച്ച് സംരക്ഷിച്ചത് സ്നേഹയുടെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. സ്നേഹയുടെ കയ്യിലെ ആഴത്തിലുള്ള മുറിവ് പതുക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും തുന്നലുകൾ ഉള്ളതുകൊണ്ട് അവൾക്ക് കൈ നന്നായി അനക്കാൻ കഴിയുമായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഡ്രസ്സിംഗ് മാറ്റുന്നതും ഡോക്ടർമാർ കുറിച്ച കയ്പുള്ള മരുന്നുകൾ കൃത്യസമയത്ത് നൽകുന്നതുമെല്ലാം അർജുൻ സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്തു. വിക്രമിനോടും സഞ്ജയോടും തൻ്റെ ബിസിനസ് കാര്യങ്ങളും അധോലോക ഇടപാടുകളും താൽക്കാലികമായി നോക്കാൻ പറഞ്ഞ് അവൻ ഫ്ലാറ്റിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിച്ചു. ഒരു ദിവസം വൈകുന്നേരം ബാംഗ്ലൂർ നഗരത്തിൽ ശക്തമായ കാറ്റും പേമാരിയും പെയ്യുകയായിരുന്നു. ആകാശമാകെ കറുത്തിരുണ്ടു. സ്നേഹ തൻ്റെ മുറിയിലെ ജനലിനരികിലിരുന്ന് പുറത്തെ മഴയുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റും ചെറിയ മഴത്തുള്ളികളും അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആകാശത്ത് വലിയൊരു ഇടിമിന്നൽ വെട്ടിയത്. ആ ശബ്ദം കേട്ട് ഭയന്നുപോയ സ്നേഹ പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഇറുകെ പൂട്ടി കൈകൾ നെഞ്ചോട് ചേർത്തു. ആ കൃത്യസമയത്താണ് കയ്യിലൊരു ഗ്ലാസ് ചൂട് പാലുമായി അർജുൻ ആ മുറിയിലേക്ക് കടന്നു വന്നത്. അവൾ ഭയന്നു വിറയ്ക്കുന്നത് കണ്ടതും അർജുൻ ഒട്ടും ആലോചിക്കാതെ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് സ്നേഹയുടെ അരിയിലേക്ക് ഓടിയെത്തി. അവൻ തൻ്റെ വലിയ കൈകൾ കൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് പതുക്കെ ചേർത്ത് പിടിച്ചു. പേടിക്കേണ്ട സ്നേഹ, ഞാനിവിടെ ഉണ്ട്. വെറുമൊരു ഇടിമിന്നലല്ലേ. നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവൻ്റെ ആ ശബ്ദത്തിൽ പഴയ ക്രൂരതയുടെയോ അഹങ്കാരത്തിൻ്റെയോ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. പകരം ഒരു ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്നേഹ പതുക്കെ കണ്ണുകൾ തുറന്നു. അർജുൻ്റെ ആ ബലിഷ്ഠമായ കൈകൾ തനിക്ക് ചുറ്റുമുള്ളപ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം അവൾക്ക് തോന്നി. അവൾ പതുക്കെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. നിങ്ങൾ ദേഷ്യപ്പെടില്ലെങ്കിൽ. അവൾ വളരെ പതുക്കെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ചോദിച്ചോളൂ സ്നേഹ, ഞാൻ നിന്നോട് ഒരിക്കലും ദേഷ്യപ്പെടില്ല. അർജുൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഇവിടെ വന്നപ്പോൾ എന്നോട് വളരെ ക്രൂരമായാണ് സംസാരിച്ചത്. എന്നെപ്പോലെയുള്ള ഒരു നാടൻ പെണ്ണിനെ ആർക്കും വേണ്ടെന്നും നിങ്ങളെപ്പോലെയുള്ള ഒരു ബിസിനസ്സുകാരന് ഞാനൊരു ബാധ്യതയാണെന്നും പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നോട് ഇത്രയും കരുതലോടെ പെരുമാറാൻ എന്താ കാരണം? ഇത് വെറുമൊരു സഹതാപം മാത്രമാണോ? സ്നേഹയുടെ ഈ ചോദ്യം അർജുൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി. അവൻ ജനലിലൂടെ പുറത്തേക്ക് പെയ്യുന്ന മഴയിലേക്ക് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. സത്യം പറഞ്ഞാൽ സ്നേഹ, ബാംഗ്ലൂരിലെ പണത്തിൻ്റെയും പവറിൻ്റെയും ഈ അധോലോകത്തിൻ്റെയും ഇടയിൽ ജീവിച്ച എനിക്ക് പ്രണയവും സ്ത്രീകളുമൊക്കെ ഒരു വെറും കളി മാത്രമായിരുന്നു. എൻ്റെ പണവും എൻ്റെ ഈ ശരീരഭംഗിയും കണ്ട് എൻ്റെ പിന്നാലെ വന്ന തന്നെയെപ്പോലുള്ള പെൺകുട്ടികളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരിലൊന്നും ഞാൻ ഒരിക്കലും ആത്മാർത്ഥത കണ്ടിരുന്നില്ല. പക്ഷേ അന്ന് രാത്രി ഞാൻ അത്രയും ക്രൂരമായി അപമാനിച്ചിട്ടും മദ്യപിച്ച് വന്ന് ഞാൻ എറിഞ്ഞു പൊട്ടിച്ച കുപ്പിയുടെ ചില്ലുകൾ പുലർച്ചെ ഞാൻ വരുമ്പോൾ
എൻ്റെ കാലിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് നീ നിന്റെ സ്വന്തം കൈകൊണ്ട് മാറ്റാൻ നോക്കിയത്. ആ ചില്ല് നിന്റെ കയ്യിലേക്ക് കയറിയപ്പോഴും നീ ചിന്തിച്ചത് എൻ്റെ സുരക്ഷിതത്തെക്കുറിച്ചാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യഥാർത്ഥ പ്രണയവും സ്നേഹവും എന്താണെന്ന്. ഈ അർജുൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അർഹിക്കാത്ത ഒന്നാണ്. ഞാൻ കാരണമാണ് നിന്റെ കയ്യിൽ ഇത്രയും വലിയൊരു മുറിവുണ്ടായത്. ആ കുറ്റബോധം എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല സ്നേഹ. പറഞ്ഞു തീർന്നപ്പോൾ അർജുൻ്റെ കവിളിലൂടെ ഒരു തുള്ളി കണ്ണുനീർ ഒലിച്ചിറങ്ങി. ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിക്കുന്ന ആ സിംഹത്തിൻ്റെ കണ്ണുനീർ സ്നേഹ ആദ്യമായി കാണുകയായിരുന്നു. അവളുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഉരുകിപ്പോയി. അവൾ തൻ്റെ ഇടതു കൈകൊണ്ട് പതുക്കെ അവൻ്റെ കണ്ണു തുടച്ചു മാറ്റി. നിങ്ങൾ പുറത്ത് കാണിക്കുന്ന ആ റഫ് ലുക്ക് മാത്രമാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഉള്ളിലൊരു കുഞ്ഞിനെ പോലുള്ള നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി നിങ്ങൾ ആ പഴയ കാര്യങ്ങളോർത്ത് വിഷമിക്കേണ്ട, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അർജുൻ അവളുടെ ആ വാക്കുകളിൽ ഒരു പുതിയ ജീവിതം കണ്ടെത്തുകയായിരുന്നു. അവൻ അവളെ നെറ്റിയിൽ വളരെ പതുക്കെ ആർദ്രമായി ചുണ്ടുകൾ ചേർത്തു. ആ ഫ്ലാറ്റിലെ ഇരുണ്ട അന്തരീക്ഷം മാറി. അവിടെ ആദ്യമായി പ്രണയത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പവിത്രമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുകയായിരുന്നു. ജനലിന് പുറത്ത് മഴ പെയ്തു തോരുമ്പോഴും അവരുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ പുതിയൊരു വസന്തം തളിരിടുകയായിരുന്നു. എന്നാൽ ആ ഫ്ലാറ്റിന് പുറത്ത് ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഇരുളിൽ അവർക്കായി വിധി വലിയൊരു ചതിക്കുഴി ഒരുക്കുന്നുണ്ടായിരുന്നു. തന്നെയുടെയും ഡേവിഡിൻ്റെയും കണ്ണുകൾ അവരെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഫ്ലാറ്റിൽ പ്രണയത്തിൻ്റെ പുതിയൊരു വസന്തം തളിരിട്ടതോടെ അർജുൻ്റെ സ്വഭാവമാകെ മാറി മറിഞ്ഞിരുന്നു. ഫോണുകൾ വരുന്നത് കുറഞ്ഞു. പബ്ബുകളിലെ രാത്രി പാർട്ടികൾ അവൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. എന്നും വൈകുന്നേരങ്ങളിൽ സ്നേഹയോടൊപ്പം ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലിരുന്ന് ചായ കുടിക്കുന്നതും അവളുടെ നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതുമായിരുന്നു അവൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം. ബാംഗ്ലൂർ അധോലോകത്തെ സിംഹം തൻ്റെ വന്യതയെല്ലാം മറന്ന് സ്നേഹത്തിന് മുന്നിൽ ഒരു പാവമായി മാറുകയായിരുന്നു. എന്നാൽ ഒരു സിംഹം ശാന്തമാകുമ്പോൾ കാട്ടിലെ കുറുക്കന്മാർക്ക് അഹങ്കാരം കൂടുമെന്ന് പറയുന്നത് പോലെയായിരുന്നു പുറത്തെ അവസ്ഥ. തന്നിയും ഡേവിഡും ചേർന്നൊരുക്കിയ ചതിയുടെ വലക്കണ്ണികൾ പതുക്കെ ഫ്ലാറ്റിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ജനലിലൂടെ വന്ന സൂര്യപ്രകാശം മുഖത്തടിച്ചപ്പോഴാണ് അർജുൻ ഉണർന്നത്. അടുക്കളയിൽ നിന്നും നല്ല നാടൻ കാപ്പിയുടെ മണം വരുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ സ്നേഹ തൻ്റെ ഇടത് കൈകൊണ്ട് കഷ്ടപ്പെട്ട് കാപ്പി തിളപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അർജുൻ ചിരിച്ചുകൊണ്ട് അവളുടെ പുറകിലൂടെ വന്ന് ആ കാപ്പിപ്പാത്രം വാങ്ങി മേശപ്പുറത്ത് വെച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്നേഹ, ഈ കൈ പൂർണ്ണമായും മാറുന്നത് വരെ നീ ഒരു പണിക്ക് നിൽക്കരുതെന്ന്. ഇനിയിപ്പോ ഇത് നിന്റെ ഭർത്താവ് ഉണ്ടാക്കി തരാം. അർജുൻ അവളുടെ കവളിൽ പതുക്കെ നുള്ളിക്കൊണ്ട് പറഞ്ഞു. സ്നേഹയുടെ മുഖത്ത് നാണത്തിന്റെ ചുവപ്പ് പടർന്നു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുന്റെ ഫോൺ കടുത്ത ശബ്ദത്തിൽ ബെല്ലടിച്ചത്. ഡിസ്പ്ലേയിൽ വിക്രമിന്റെ പേരായിരുന്നു. അർജുൻ ഫോൺ എടുത്തു. ഡാ അർജു, വലിയൊരു പ്രശ്നമുണ്ട്. വിക്രമിന്റെ ശബ്ദത്തിൽ പരിഭ്രാന്തി നിറഞ്ഞിരുന്നു. നമ്മുടെ ഹൈബാളിലെ പ്രധാന ഗോഡൌണിന് ആരോ തീയിട്ടു. നമ്മുടെ പിള്ളേര് അവിടെ ഡേവിഡിന്റെ ആളുകളുമായി കടുത്ത അടിപിടിയിലാണ്. ഡേവിഡ് അവിടുത്തെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. നീ ഉടനെ ഇങ്ങോട്ട് വരണം, ഇല്ലെങ്കിൽ നമ്മുടെ വർഷങ്ങളുടെ അധ്വാനം ചാരമാകും. വാർത്ത കേട്ടതും അർജുൻ്റെ ഉള്ളിലെ ചോര വീണ്ടും തിളച്ചു. അവന്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. കണ്ണുകളിൽ ആ പഴയ കടുപ്പം തിരിച്ചു വന്നു. അവൻ വേഗം തന്നെ മേശപ്പുറത്തിരുന്ന ബുള്ളറ്റിന്റെ കീ എടുത്തു. അവൻ പോകാൻ തുടങ്ങിയതും സ്നേഹ ഓടി വന്ന് അവന്റെ വലത് കൈയിൽ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം നിഴലിച്ചിരുന്നു. പോകണോ?
എനിക്കെന്തോ നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ തോന്നുന്നു. ഇന്ന് പുറത്തേക്ക് പോകേണ്ട അജു. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. അർജുൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ആർദ്രമായി ചുംബിച്ചു. പേടിക്കേണ്ട സ്നേഹ, അവിടെ എൻ്റെ പിള്ളേർ അപകടത്തിലാണ്. അവർ ഈ അവസ്ഥയിൽ ഇട്ട് വരാൻ എനിക്ക് കഴിയില്ല. നീ വാതിൽ നന്നായി പൂട്ടി അകത്തിരിക്കണം. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് നിന്റെ അരികിൽ എത്തിയിരിക്കും. ലൈനിനെ തൊടാൻ ബാംഗ്ലൂരിൽ ആരും വളർന്നിട്ടില്ല. അവൻ സ്നേഹയ്ക്ക് ധൈര്യം നൽകി ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങി. തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവൻ ഹൈബാളിലേക്ക് പാഞ്ഞുപോയി. റോഡിലെ തിരക്കുകളെല്ലാം വെട്ടിച്ച് മിന്നൽ വേഗത്തിലായിരുന്നു അവൻ്റെ യാത്ര. അർജുൻ പോയി കൃത്യം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റിൻ്റെ ഡോർബെൽ വീണ്ടും മുഴങ്ങി. അർജുൻ വല്ല സാധനവും മറന്നു വെച്ചിട്ട് തിരിച്ചു വന്നതാണെന്ന് കരുതി സ്നേഹ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. പക്ഷേ മുന്നിൽ നിന്നത് അർജുനായിരുന്നില്ല. ആയുധങ്ങളുമായി നിൽക്കുന്ന ഡേവിഡിന്റെ ക്രൂരരായ 4 ഗുണ്ടകളായിരുന്നു. സ്നേഹ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ഗുണ്ട അവളുടെ വായ ശക്തമായി പൊത്തിപ്പിടിച്ചു. അവളുടെ ഇടത് കൈകൊണ്ട് അവൾ അവരെ തള്ളിമാറ്റാൻ നോക്കിയെങ്കിലും ആ ആൺകരത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു കറുത്ത തുണി കൊണ്ട് അവർ അവളുടെ മുഖം മൂടി. അവളുടെ വലത് കൈയിലെ മുറിവിൽ അമർന്നപ്പോൾ വേദന കൊണ്ട് അവൾ പിടഞ്ഞു. അവർ സ്നേഹയും എടുത്ത് ഫ്ലാറ്റിന് പുറത്തേക്ക് ഓടി. പാർക്കിങ്ങിൽ കാത്തുനിന്ന ഒരടച്ചുപൂട്ടിയ വാനിലേക്ക് അവളെ തള്ളിയിട്ട് അവർ വണ്ടി അത് വേഗത്തിൽ ഓടിച്ചുപോയി. മറുഭാഗത്ത് അർജുൻ ഹൈബാളിലെ ഗോഡൌണിൽ എത്തിച്ചേർന്നു. എന്നാൽ അവിടെ അവൻ കണ്ട കാഴ്ച തികച്ചും ശാന്തമായിരുന്നു. തീപിടുത്തത്തിന്റെ ലക്ഷണങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് അർജുൻ കണ്ടത്. ഡാ വിക്രം, എന്തവിടെ ഉണ്ടായേ? തീപിടുത്തം എവിടെ? അർജുൻ ചോദിച്ചു. വിക്രം അത്ഭുതത്തോടെ അവനെ നോക്കി. തീപിടുത്തമോ? ആര് പറഞ്ഞു? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ അർജു. നിന്റെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരുന്നു. പെട്ടെന്നാണ് അർജുന്റെ തലയിലേക്ക് ആ യാഥാർത്ഥ്യം അടിച്ചു കയറിയത്. ഇത് തന്നെ ഫ്ലാറ്റിൽ നിന്നും മാറ്റാൻ വേണ്ടി ആരും മനഃപൂർവ്വം ഒരുക്കിയ കെണിയായിരുന്നു. അവന്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. സ്നേഹ. അവൻ ഒട്ടും സമയം കളയാതെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു വീഡിയോ സന്ദേശം വരുന്നത്. വിറയ്ക്കുന്ന വിരലുകളോടെ അർജുൻ ആ വീഡിയോ തുറന്നു. അങ്ങനെ നമ്മുടെ 5ാമത്തെ പാർട്ടും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും സ്റ്റോറി കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ 6ാമത്തെ പാർട്ട് നാളെ ഇടുന്നതായിരിക്കും. ലെങ്ത്ത് ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ഒത്തിരി കൂട്ടാൻ എനിക്ക് സമയം കിട്ടിയില്ല, കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സപ്പോർട്ട് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.